ഈരാറ്റുപേട്ട സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ നടപടിയായില്ല. ജോയിന്റ് രജിസ്ട്രാർ ഇടപെട്ടിട്ടും പണം നൽകാൻ ബാങ്ക് അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. നിക്ഷേപകർ പോലീസിൽ പരാതി നൽകി. പോലീസ് നടപടി വൈകി. കാരണം ഞങ്ങൾ കഴിഞ്ഞ മാസം 18-ാം തീയതി ഈരാറ്റുപേട്ട സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി കൊടുത്ത സർക്കിൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഒന്നും ആയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡിവൈഎസ്പിക്ക് കൊടുത്തു. സർക്കിളിന്റെ അടുത്ത് വീണ്ടും ഞാൻ പറഞ്ഞു അവിടുന്ന് മേളിൽ നിന്നുള്ള അനുവാദം വേണമെന്ന് പറഞ്ഞു അന്വേഷിക്കണമെങ്കിൽ. അപ്പം ഞങ്ങൾ ഡിവൈഎസ്പിക്ക് കൊടുത്തു. ഡിഎസ്പിയുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വീണ്ടും അതൊന്നും ആകാതെ വന്നപ്പോൾ എസ്പിയുടെ അടുത്ത് വന്നു. എസ്പി ഓഫീസിൽ നിന്ന് നേരെ പാലാ ഡിവൈഎസ്പിക്ക് കൊടുത്തു. അവിടെ നേരെ ഈരാറ്റുപേട്ടയ്ക്ക്. അപ്പം എസ്പി ഓഫീസിൽ നിന്നുള്ള ഡിവൈഎസ്പി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നേരെ സർക്കിൾ ഇൻസ്പെക്ടർക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ പോകുമല്ലോ. പക്ഷെ അവരവിടെ ഒന്നും ചെയ്തിട്ടില്ല. വായ്പാ തിരിച്ചടവുകൾ മുടങ്ങിയതും സഹകരണ മേഖലയിലുണ്ടായ പ്രതിസന്ധിയുമാണ് തിരിച്ചടിയായതെന്നാണ് ബാങ്ക് ഭരണസമിതിയുടെ വിശദീകരണം. വിവരങ്ങളുമായി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും. ടോബി, ആ വിശദീകരണം ന്യായീകരിക്കത്തക്കതാണോ, തൃപ്തികരമാണോ? ഗുഡ് മോർണിംഗ് ടോബി. ഗുഡ് മോർണിംഗ് ആഷ്മി, ക്രിസ്റ്റീന. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു ന്യായീകരണമായിട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് പണം നൽകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയായിട്ട് ഈ ബാങ്ക് അധികൃതർ അല്ലെങ്കിൽ ഈ ഭരണസമിതി, CPM-ന്റെ ഭരണസമിതിയാണ് അവിടെ ഉള്ളത്. അവർ പറയുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ കോവിഡിന് ശേഷം ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, അതോടൊപ്പം തന്നെ സഹകരണ മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കരുവന്നൂർ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിന് പിന്നാലെ നിക്ഷേപകർ ചെറുതും വലുതുമായ തുകകൾ പിൻവലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അത് ബാങ്കിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശദീകരണമാണ്. ഒപ്പം തന്നെ വായ്പാ തിരിച്ചടവ് മുടങ്ങി എന്നുള്ളൊരു വിശദീകരണം കൂടി നൽകുന്നുണ്ട്. എന്നാൽ നിക്ഷേപകർ ഇതല്ല പറയുന്നത്. അതിനപ്പുറത്തേക്ക് നിക്ഷേപകർ പറയുന്നത് ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, ചില തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത് അന്വേഷിക്കണമെന്നൊരു ആവശ്യം ഇവർ മുന്നോട്ട് വെച്ചത്. പരാതി അടക്കം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തുവെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SP-ക്ക് കൂടി ഒരു പരാതി നൽകാൻ വേണ്ടി ഇന്നലെ അവർ തീരുമാനിച്ചത്. അങ്ങനെ SP-ക്കും നേരിട്ടൊരു പരാതി നൽകിയിട്ടുണ്ട്. SP അതിന്മേൽ നടപടി സ്വീകരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ജോയിന്റ് രജിസ്ട്രാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജനുവരിയിൽ തന്നെ ഒരു പരാതി നൽകിയിരുന്നു. ഈ നിക്ഷേപം തിരിച്ചു കിട്ടാത്ത ആളുകൾ വ്യക്തിപരമായി ഓരോരുത്തരായി ജോയിന്റ് രജിസ്ട്രാറെ സമീപിക്കുകയും പണം തങ്ങളുടെ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടുകയും അപേക്ഷ നൽകുകയൊക്കെ ചെയ്തു. എന്നാൽ അതിനുശേഷവും ഈ അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ട് പോലും ഈ പണം തിരിച്ചു നൽകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഈ നിക്ഷേപകർ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ബാങ്കിൽ ഒരു പ്രതിഷേധമടക്കം ഉണ്ടാകുന്നുണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ പണം ലഭിക്കാതെ വന്നത് ഒരു വലിയൊരു ആശങ്കയായി മാറിയിട്ടുണ്ട്. ബാങ്ക് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ബാങ്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്തകളൊക്കെ അറിഞ്ഞ് പലരും വന്ന് ഈ കാശ് എടുക്കുന്നത് വലിയൊരു കടക്കണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് ബാങ്ക് വിശദീകരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഈ നിക്ഷേപകരെല്ലാം മുന്നോട്ട് വെക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ശരി, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.